വിശദമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രതിരോധ മേഖലയിൽ നിർണായകമായ കരാർ ഇന്ത്യയും അമേരിക്കയും ഒപ്പിട്ടു. ഇന്ത്യൻ വ്യോമത്താവളങ്ങൾ ഇനി അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം. അമേരിക്കൻ വ്യോമസേന റൺവേകളും ഇനി ഇന്ത്യക്കായി തുറക്കും. വിമാനങ്ങളുടെ ഇന്ധനം നിറയ്ക്കലിനും അറ്റകുറ്റപ്പണികൾക്കുമായാണ് പരസ്പരം സഹായം. സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും. സന്തോഷ്, ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് എന്നീ കരാർ കുറെ നാളുകളായി ചർച്ചയിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നു. സാങ്കേതികമായെങ്കിലും ഇന്ത്യ ഒരു സൈനിക ചേരിയുടെ ഭാഗമാവുകയാണ് ഈ കരാർ ഒപ്പിടുമ്പോൾ. ചേരിചേരാ നയമെന്ന നമ്മൾ പുലർത്തിപ്പോരുന്ന വിദേശ നയത്തിന്റെ ഒരു ലംഘനം വരെ ഉണ്ടാകുന്നു. തീർച്ചയായും മനു, UPA സർക്കാരിന്റെ കാലത്താണ് ഇത് വളരെയേറെ ശക്തമായി ഈ കരാർ മുൻപിൽ വന്നത്. പക്ഷെ അന്ന് ഇടതുപക്ഷം അടക്കം പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒക്കെ ശക്തമായ എതിർപ്പ് കാരണം അത് തള്ളിപ്പോയിരുന്നു. പക്ഷെ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിദേശ നയത്തിൽ കാതലായ മാറ്റം വരുത്തി. നിലവിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ചേരിചേരാ നയം പോലെ കാലങ്ങളായി ഇന്ത്യ തുടർന്നു വരുന്ന നയം പൂർണ്ണമായും തന്നെ നരേന്ദ്രമോദിയുടെ വിദേശ നയത്തിൽ മാറ്റം വരുത്തി. പകരം അമേരിക്കയോട് കൂടുതൽ അടുക്കുന്ന ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ഈ പ്രതിരോധ കരാറും അതിന്റെ ഭാഗം തന്നെയാണ്. വാഷിംഗ്ടണിൽ മനോഹർ പരീക്കർ കഴിഞ്ഞ 2 ദിവസമായി പര്യടനം നടത്തുന്നുണ്ട്. വാഷിംഗ്ടണിൽ വെച്ച് അദ്ദേഹം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആഷ് കാർട്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ കരാർ ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുന്നത് പ്രകാരം ഈ രാജ്യങ്ങളുടെ താവളങ്ങൾ, റൺവേകൾ, ആകാശപാതകൾ ഇരുവരും തുറന്നിടും. ഇനി അമേരിക്കയുടെ വ്യോമസേന അംഗങ്ങൾക്ക് ഇന്ത്യൻ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കാം. അറ്റകുറ്റപ്പണികൾക്കും ഇന്ധനം നിറയ്ക്കലിനും തുടങ്ങിയ ആവശ്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുക. ഇതൊരിക്കലും ഒരു സൈനിക ക്യാമ്പ് ഇന്ത്യ അമേരിക്ക അനുവദിക്കുന്നു എന്നത് വരരുത് കൂടി അമേരിക്കൻ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് കാര്യങ്ങൾ എത്തും. അതിന്റെ ഒരു ആദ്യഘട്ടമെന്നേ പറയാൻ കഴിയും. ഇത്തരത്തിൽ ഇന്ത്യക്കും അമേരിക്കൻ വ്യോമസേന താവളങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗത്ത് ഏഷ്യയിൽ അമേരിക്ക നേരത്തെ തന്നെ ഇത്തരം ഒരു കരാർ ഒപ്പിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചൈന വലിയൊരു ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഈ കരാർ ഒപ്പിടുന്നതിലൂടെ പ്രധാനമായും ചൈനയുമായുള്ള ഭീഷണിക്ക് ഒരു മറുപടി എന്നാണ് പറയാൻ കഴിയുക. നേരത്തെ തന്നെ ചൈന ഇന്ത്യയുമായി അത്ര രസത്തിലല്ല, ഇപ്പോൾ അമേരിക്ക കൂടി എത്തുന്നതോടെ ഈ മേഖലയുടെ നിലവിലെത്തിയിരിക്കുന്ന സാഹചര്യം കൂടുതൽ വഷളാകും എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. വാണിജ്യ പ്രതിരോധ ചർച്ചകൾക്കെത്തിയ ജോൺ കെറി ഇന്നലെയാണ് എത്തിയത്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇത്തരത്തിൽ വളരെ സജീവമായ ചർച്ചകൾ ഇരുഭാഗത്തുനിന്നും ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിർണായകമായ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. സന്തോഷ്, പ്രധാനമായും കരാർ ഒപ്പിടുമ്പോൾ ഒന്ന് ഏഷ്യ പസഫിക് മേഖലയിലെ തന്ത്രപരമായ രാഷ്ട്രീയ കാലാവസ്ഥ, മറ്റൊന്ന് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക വിഷയങ്ങൾ അമേരിക്കയ്ക്ക് അനായാസം നിരീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എതിർപ്പുകൾ, അങ്ങനെ ഇന്ത്യ ഒരു സൈനിക ചേരിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ഇതൊരു പരസ്പര സഹകരണമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ വിമാനത്താവളങ്ങളും റൺവേകളും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇന്ത്യ ഇതുവരെ അത്തരത്തിലൊരു നീക്കങ്ങളിലേക്ക് ലോകത്തിന്റെ ഒരു ഭാഗത്തേക്കും പോകുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ എന്ത് സഹകരണമാണ് ഈ ഉദ്ദേശിക്കുന്നത്? അത് വ്യക്തമാകുന്നില്ല. മനു, അത്തരമൊരു സംശയം തന്നെയാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു സൈനിക താവളമോ അല്ലെങ്കിൽ ഇത്തരം ഒരു കരാർ ഒപ്പിടുന്നതിന്റെ സാഹചര്യം ഇന്ത്യക്കില്ല. ഇന്ത്യൻ വ്യോമസേന അംഗങ്ങൾക്ക് അമേരിക്കൻ വ്യോമസേന റൺവേകളോ ആകാശപാതകളോ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം യൂറോപ്യൻ മേഖലകളിലൊന്നും അത്തരത്തിലൊരു നീക്കം ഇന്ത്യക്കില്ല. അത്തരത്തിലൊരു നേട്ടവും ഇന്ത്യക്ക് അത് ഉണ്ടാക്കാനിടയില്ല. പക്ഷെ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചു തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൈന ഉയർത്തുന്ന ഭീഷണി. ഈ മേഖലയിൽ നമുക്കറിയാം, ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലൊക്കെ ചൈന ഇന്ത്യയുമായി ഒരു തർക്കമുണ്ട്. ഈ മേഖലകളിലൊക്കെ ചൈന ശക്തമായ സാന്നിധ്യമാകുന്നത് അമേരിക്കയും എതിർക്കുന്നു. ആ കാര്യത്തിൽ ഈ ഒരു കരാർ ഒപ്പിടുന്നതോടെ മിലിറ്ററി ലോജിസ്റ്റിക് എഗ്രിമെന്റ് എന്ന ഈ കരാർ ഒപ്പിടുന്നതിലൂടെ അത് ഗുണകരമാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനയ്ക്ക് ഒരു മറുപടി കൊടുക്കുക, അത് ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ദക്ഷിണേഷ്യയിലെ നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന് ഉറപ്പ്. കാരണം ചൈന കൂടുതൽ പാകിസ്ഥാനുമായി അടുക്കുന്നു, വിവിധ കരാറുകൾ പാകിസ്ഥാനുമായി ഒപ്പിടുന്നു, അഫ്ഗാനിസ്ഥാനിലടക്കം വാണിജ്യ താല്പര്യങ്ങൾ ഇരുവരും തമ്മിൽ ഉയർത്തുന്നുമുണ്ട്.
ഇവിടെ ഇന്ത്യ അമേരിക്കയുമായി ഒരുമിക്കുമ്പോൾ ആ നിരത്തിൽ സൗത്ത് ഏഷ്യയിൽ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. നേരത്തെയും ഇതേ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് UPA സർക്കാരിന്റെ കാലത്ത് ഈ കരാർ ഒപ്പിടാൻ അന്നത്തെ മൻമോഹൻ സർക്കാരിന് ആകാതെ പോയത്. പാർലമെന്റിലടക്കം വളരെ ശക്തമായ വിമർശനങ്ങൾ അന്നത്തെ സർക്കാരിന് ഏറ്റുവാങ്ങിയിട്ടിരുന്നു. BJP പോലും ഇതിനെ ശക്തമായി എതിർത്തിരുന്നതാണ് ആ കരാർ ഒപ്പിടുന്നതിന്. പക്ഷെ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം വളരെ പ്രകടമായ വിദേശ നയത്തിൽ വന്നൊരു മാറ്റത്തിന്റെ ഭാഗമായാണ് ഈ കരാറിനെ ഇപ്പോൾ കാണുന്നത്. ശരി, സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏറെ നിർണായകമായേക്കാവുന്ന വരും ഭാവികളിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവച്ചേക്കാവുന്ന ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മോറണ്ടം ഓഫ് എഗ്രിമെന്റ് എന്ന കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നൽകുന്നത്.